1 സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇടണം, കാരണം ഇപ്പം ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇനി ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ഉപ്പ് നോക്കിയിട്ടേ ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പം ഇതിലേക്ക് നമ്മൾ ഇനി ലേശം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂന്തലിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ ഏറെ വെള്ളം ഒഴിപ്പോവും, കുറച്ച് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഇനി ഇതൊന്ന് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ നമുക്കൊന്ന് ഓഫാക്കാം. അപ്പം കുക്കർ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിച്ച് നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു വിസിൽ വരുമ്പോൾ നമ്മളിത് ഓഫാക്കുക. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരു ബ്രൗൺ കളറാണ് വരെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലോണം. ഫ്രൈയിലേക്ക് നമ്മൾ ഈ തേങ്ങാക്കൊത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഈ എണ്ണയൊക്കെ ഇടന്നൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാക്കൊത്തും നമ്മുടെ സവാളയും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ശരിക്കും ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരു ബ്രൗൺ കളറാണ് വരെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലോണം. ഫ്രൈയിലേക്ക് നമ്മൾ ഈ തേങ്ങാക്കൊത്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഈ എണ്ണയൊക്കെ ഇടന്നൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ തേങ്ങാക്കൊത്തും നമ്മുടെ സവാളയും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഇത് ശരിക്കും ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, 2 സ്പൂൺ മസാലപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ ചതച്ച മുളകായി, 1 സ്പൂൺ മുളക് പൊടി. നല്ലോണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ 1 സ്പൂണും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാണ്ട് നിങ്ങളുടെ പാകത്തിന് എരിവ് അനുസരിച്ച് നോക്കാം. എനിക്ക് എരിവ് കൂടി വേണം, എരിവ്. അപ്പം ഇന്ന് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, പച്ചച്ചൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇതേപോലെ കുറച്ച് ഏറെ വെള്ളമൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കും. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ കറിയിൽ ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിന്റെ കൂടെ ഒരു ഐറ്റംസ് കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. പുളി, കുടംപുളിയാണ് ഇത് ഇത്ര എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇത് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം പറ്റണം. ഈ മസാലയൊക്കെ നമ്മുടെ കൂന്തലിൽ പിടിക്കാതെ വരെ അടച്ച് വെച്ച് ചെറിയ തീരൊക്കെ വേണം പറ്റിയെടുക്കാൻ. ഇത് തുറന്നു നോക്കാം. ഇത് നല്ലോണം പറ്റിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെക്കും. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചേക്കാം. അപ്പം
അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈയും അപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കുക.